ഞാൻ ഒരുപാട് ആലോചിച്ചു, സർക്കാരിന് ഇത്രയും ചീത്തപ്പേര് വന്നിട്ടും ഇവരെന്താ പ്രതികരിക്കാത്തതെന്ന്. കാരണം വളരെ വ്യക്തമാണ്. പിന്നെയാണ് എനിക്ക് അതിന്റെ റീസൺ കണ്ടുകിട്ടിയത്. കാരണം വ്യക്തമാണ്. സർക്കാർ ഇനി അധിക കാലമില്ല എന്നുള്ളത് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ കാലശേഷവും അവർക്ക് പണിയെടുക്കാൻ പോലീസിൽ ചില ഗുണ്ടകളെ നിലനിർത്താൻ വേണ്ടിയുള്ള പിന്തുണയാണ് ഇപ്പോ ഇവര് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതിന്റെ പൊളിറ്റിക്കൽ പാറ്റർനേജ് CPM കൊടുക്കുകയാണ്. ആവർത്തിച്ച് ഞാൻ പറയുന്നു, കേരളത്തിലെ പോലീസിലെ ഗുണ്ടകളുടെയും പോലീസിന്റെ പുറത്തുള്ള ഗുണ്ടകളുടെയും രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നടപടികളും തെളിയിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരെ ഈ മുഖം മൂടി അണിയിച്ച് കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞു. എന്നാ കൊടി സുനിയെ എങ്ങനെ കോടതി കൊണ്ടുപോകുന്നു? നിയാസ്ക എങ്ങനെയാ കോടതി കൊണ്ടുപോകുന്നു? പോകുന്ന വഴിക്ക് വണ്ടി നിർത്തും. മുസവക്കീലെ വണ്ടി നിർത്തും. അവന് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്ന് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കും. കോപിക്കരുതല്ലോ. അത് മേടിച്ചു കൊടുത്ത് വണ്ടി പുറത്ത് നിർത്തും. പുറത്ത് നിർത്തിയ ഒരു വെള്ളക്കാരന്റെ പുറത്ത് 4 ഗ്ലാസ് വരും. അതിന്റെ മേലെ അനുബന്ധ സൗകര്യങ്ങൾ വരും. അവിടെ വന്നിട്ട് അവർ മദ്യം കൊടുക്കും, ടച്ചിങ്സ് കൊടുക്കും, ചിക്കൻ കൊടുക്കും. കൊടിസുനി കോപിക്കരുത്. 7 മാസം 60 ദിവസം പരോളും കൊടുക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയ കൊടിസുനിയെ മദ്യവും ടച്ചിങ്സും കൊടുത്ത് സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് 3 വിദ്യാർത്ഥികളെ മുഖം മൂടിയും കയ്യാമും വെച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരട്ടത്താപ്പിന്റെ കാരണം ഒന്നാണ്. ഗുണ്ടകളുടെ മനസ്സ് തന്നെയാണ് ഭരിക്കുന്നവനുമുള്ളത് ഭരിക്കുന്നവർക്കുമുള്ളത് എന്നുള്ളതാണ്. ആ അക്രമത്തെ പ്രോത്സാഹിക്കുന്ന സമീപനങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിനി അധിക കാലം ആയുസ്സുണ്ടാവില്ല. ഇതിനെതിരായിട്ടുള്ള സമര സംഗമങ്ങളിൽ, പ്രതിഷേധങ്ങളിൽ പാർട്ടി സജീവമായി മുന്നോട്ട് പോകുമെന്ന് KPC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ടെ സംഭവങ്ങളും വ്യത്യസ്തമല്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വടകരയിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടുത്തെ പോലീസ് എന്താ ചെയ്യുന്നത്? എന്റെ 3 ചോദ്യങ്ങൾ ഞാൻ ഇവിടുത്തെ പോലീസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ വിവാദമായി ഈ വടകരയിലെ ജനങ്ങളെ, കോഴിക്കോട്ടെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടുപ്പിക്കാൻ നടത്തിയ ഹീനമായ ശ്രമമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അതാരുടെ ഫാക്ടറിയിൽ പുറപ്പെടുവിച്ചതാണ്? അതാരുടെ വ്യാജമായ സൃഷ്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഈ പോലീസിന് ആർജവമുണ്ടോ? നടപടിയെടുക്കാൻ ആർജവമുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിസാരമായി കണ്ടെത്താവുന്ന ഒരു കേസിനെ ഞങ്ങളുടെയൊക്കെ തലയിലിട്ട് വെക്കാൻ നോക്കി യോഗം നടത്തി ഇങ്ങനെയൊക്കെ വർഗീയത പറയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യമിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അവരുടെ കയ്യിലാണ് പോലീസ്, അവരുടെ അടിമപ്പണിയാണ് പോലീസ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോലീസിനെ കൊണ്ട് ഈ നാടിനെ തമ്മിലടിപ്പിക്കാൻ നടത്തിയ ആ ശ്രമത്തിന്റെ പിന്നിൽ ആരാണത് സൃഷ്ടിച്ചത് എന്ന് പറയാൻ ഈ പോലീസിന് ഉത്തരവാദിത്തമല്ലേ? ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അവർ പറയാതിരിക്കുവോ? അത് പുറത്ത് കൊണ്ടുവരാതിരിക്കുവോ? 2, വടകരയിൽ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബാബുവേട്ടന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. ഇതുവരെ ആരാണ് പ്രതി എന്ന് പറഞ്ഞിട്ടില്ല. RMP നേതാവിന്റെ വീട്ടിലേക്ക് 3 ബോംബെറിഞ്ഞു. 3 ഇതുവരെ ആരാണ് പ്രതി എന്ന് പറഞ്ഞിട്ടില്ല. എന്താ കോഴിക്കോട്ടെ പോലീസിന് പണി? എന്ത് ഉത്തരവാദിത്തമാണ് അവർ നിറവേറ്റുന്നത്? എവിടെയാണ് നിയമലംഘനവും ക്രമസമാധാന തകർച്ചയും ഉണ്ടാവുമ്പോ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്?